ഇതാണ് കുണ്ടമൺകടവ് ഗ്രാമം. ഈ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞാൽ തികച്ചും സാധാരണക്കാരായ കുറച്ച് ആൾക്കാർ ജീവിക്കുന്ന ഈ ഗ്രാമത്തിൽ അബദ്ധങ്ങൾ മാത്രം പറ്റുന്ന ചിലരും ഈ ഗ്രാമത്തിലുണ്ട്. അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ നിറഞ്ഞ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. അതിസുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം. ഇവിടുത്തെ വിശേഷങ്ങൾ തുടങ്ങുന്നത് ഈ ഗ്രാമത്തിലെ ശശി അണ്ണന്റെ ചായക്കടയിൽ നിന്നാണ്. അളിയാ തിരുതി പിടിച്ച എങ്ങോട്ടളിയാ? രാവിലെ ചായ കുടിച്ചിട്ട് അളിയാ. അളിയാ ചായ കുടിക്കാനൊന്നും സമയമില്ല. അതുമല്ല എൻ്റെ ഭാര്യയുടെ വല്യമ്മ മരിച്ചതിൻ്റെ കുളിയാണ്. ഇനി അഥവാ ചായ ചോദിച്ചാൽ ഇങ്ങേര് പറയും പാലില്ലെന്ന്. അതുകൊണ്ട് ഞാൻ പോണല്ലോ. ആ അളിയാ എങ്കിൽ കുളി തീരുന്ന ചെല്ലളിയാ. ചെല്ല് ചെല്ല്. ഇതാണ് ഈ ഗ്രാമത്തിലെ മണിക്കുട്ടൻ എന്ന ബാലൻ. കാഴ്ചയിൽ ബാലനാണെങ്കിലും സ്വഭാവത്തിൽ ഇവൻ ഗോപാലൻ തന്നെ. ഗ്രാമത്തിൽ എന്ത് നടന്നാലും നാട്ടിൽ പാട്ടാക്കുന്നത് ഇവനാണ്. ഇവന്റെ കണ്ണിൽ ഇപ്പോൾ എന്താണ് കാണുന്നത് അതാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല. ഒരു ലൈറ്റ് ചായ. സെക്രട്ടറി വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. പാലങ്ങ് തീർന്ന് ഇനി പാലുകാരി വന്നാല് പാലില്ല. അണ്ണാ ഞാൻ ഒരു കാര്യം അറിഞ്ഞു. അണ്ണന്റെ മോന് തുമ്പ VSS ജോലി കിട്ടിയാണ്. പിന്നെ അവനെ കാണാനില്ലെന്നൊക്കെ കേട്ടോ. ഉള്ള എന്തൊരു സംഭവം ഒന്നും പറയണ്ടേ. മോന് 25,000 രൂപ ശമ്പളത്തിന് ISR ജോലി കിട്ടി. ജോലിക്ക് കയറി 2 മാസം ശമ്പളമൊക്കെ തന്ന് കുശാലായി, കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലോടി. എന്നിട്ട് ആരോ അവിടെ പറഞ്ഞ് JCB ഓടിച്ചാൽ 50,000 രൂപ ശമ്പളം കിട്ടുമെന്ന്. ഇവ ഉടനെ പിറ്റേ ദിവസം തന്നെ JCB എടുത്ത് അവിടെ ഓടിച്ച് അവരെയൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ. കാണിച്ചു കൊടുത്ത് 2 മാസം ശമ്പളമൊക്കെ വന്ന് നമ്മൾ വിചാരിച്ച് 2 മാസം 1 ലക്ഷം രൂപയാണ് വന്നത്. നിങ്ങളത് കേൾക്കണം. ഇവൻ്റെ അടുത്ത് ആരോ പറഞ്ഞ് റോക്കറ്റ് ഓടിച്ച് കാണിച്ചാൽ 8 ലക്ഷം രൂപ കിട്ടുമെന്ന്. ഇവൻ പിറ്റേ ദിവസം റോക്കറ്റും കൊണ്ട് പോയവനെ ഇപ്പം മാസമാറായി. ഇപ്പൊ ചന്ദ്രനിലെങ്ങാണ്ട് കിടന്ന് കറങ്ങിയാണ് ചെറുക്ക്. അതിന്റെ ബ്രേക്ക് എവിടെയാണ് ഒന്നും അറിയാൻ വയ്യ. ഇന്നലെ പറഞ്ഞ് മിക്കവാറും ഈ ആഴ്ച അങ്ങനെ ഇറങ്ങിയാതെ സാധ്യതയുണ്ട്. മോനങ്ങാനുമാണെന്ന് തോന്നുന്നു. റോക്കറ്റ് പോകുന്നുണ്ട് കേട്ടാ. ഫ്ലൈറ്റ് ആണോ? ചിലപ്പോ എന്റെ പഴംപൊരി കഴിക്കാനെങ്കിലും എന്റെ മോൻ വന്നാ മതിയായിരുന്നു. വാസു നീ ഇത് അങ്ങോട്ട് വെപ്രളം പിടിച്ച്. അളിയ ഒന്നും പറയണ്ടേ. നമ്മുടെ ശിവമേശ്വരിക്ക് പറയാൻ പറ്റാത്തടത്തൊരു കുരു. അതിന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ കാണാനും ഞാൻ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരട്ടെ. പറയാൻ പറ്റാത്തടത്ത് കുരുവാണെങ്കിലേ പിന്നെ ഡോക്ടറിന്റെ അടുത്ത് എങ്ങനെ പറയും? അതിനാര് പറയുന്നു? ഞാൻ അങ്ങ് കാണിക്കും. എടാ ഇത് ഒരു കുരു അല്ലല്ലേടേ, ഇത് 1, 2. ദൈവമേ, ഇത് ഫാമിലി പാക്കേജ് ആണാ കുരു. പിന്നെ കുരു കൊണ്ടുപോവാൻ. ശശിയേ ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ഇന്നലെ തന്ന പഴംപൊരി കരിഞ്ഞായിരുന്നു. കരിഞ്ഞാലെന്താ, തിന്നാൻ ടേസ്റ്റ് ഇല്ലായിരുന്നോ? അതായി ശശിയുടെ പഴംപൊരി. ഭഗവാനെ ക്ഷേത്രത്തിലെ കാണിക്ക വെച്ച് കാണാനില്ല. ആരും ഇല്ല ഇവിടെ. അമ്പലത്തിലെ കാണിക്കാൻ കാണാൻ പോയി. നീ വീട്ടിൽ പൊക്കോ. നാട്ടുകാരോടെ ഞാൻ പറഞ്ഞോളാം. എന്താ ചേച്ചി താമസിച്ചത്? അതേടി അങ്ങേര് വീട്ടിലുണ്ടായിരുന്നു. അങ്ങേര് ഇറങ്ങി പോകാതെ എനിക്ക് വരാൻ പറ്റുമോ? അങ്ങേര് ഇപ്പോഴാ ജോലിക്ക് പോയത്. അതെ ചേച്ചി, നമ്മളെ കുളിക്കടവിലേ ഒളിനോട്ടക്കാരുണ്ടെന്ന് അറിഞ്ഞത്. നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എടി നീ സൂക്ഷിച്ചാ മതി. എനിക്കതിൽ യാതൊരു പേടിയില്ല. അതെന്താ? എടി എന്റെ കുളിസിയും കാണാത്തവരാരും ഈ പഞ്ചായത്തിൽ ഇനി.
വാടി, പയ്യന്മാരവിടെ കാത്തു നിന്ന് തളന്ന് കാണും. വാ. രാവിലെ അങ്ങോട്ടാ? അപ്പുറത്തെ ആശുപത്രി വരെ ഒന്ന് പോവാ. തുടയിലൊരു ഗുരു. എനിക്ക് വല്ല മാനത്ത് തന്നെയാണ് കിട്ടിയോളാ. എനിക്ക് അതും കിട്ടും. ആ അങ്ങനെ തന്നെ നടന്നോ, കൂട്ടാതെ നോയിക്കൊള്ളണം. കണ്ണും കണ്ടുകൂടാ നിനക്ക്. ക്ഷേത്രത്തിലെ കാണിക്കാഞ്ചി കാണാതെ പോയി. ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കാണാതെ പോയിന് എന്റെ വഞ്ചി എന്തിനാടാ നീ വിളിച്ച് നേർത്തത്? ആ രമണിയും കൂട്ടരും കുളിക്കാൻ ഇറങ്ങി. പാല് കാണുന്നില്ലല്ലോ. ഇല്ലെന്ന്, തുണി എങ്ങാനും വെച്ച് മറച്ചു വെച്ചിരിക്കുന്നതായിരിക്കും. ഇല്ലെന്ന് അവൾ എന്നെ കാണിച്ചല്ലേ എന്ന് വരുന്നത്. പിന്നെ ഇപ്പം മാത്രം അവൾക്ക് ഇത്ര പുതുമ എന്തിന്? ആ അത് ശരിയാ. അവള് വരട്ടെ, നമുക്ക് ചോദിക്കാം. ശശിയെ, ഈ കടയുടെ മുമ്പിൽ കൊളക്കടമായിരുന്നെങ്കിൽ ഞാൻ ഒരു തേങ്ങ അടിച്ചേനെ. 19 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഇതുവരെ തേങ്ങ അടിച്ചിട്ടില്ല. ഇപ്പൊ അവളുടെ കുളിക്കട കാണാൻ വേണ്ടി തേങ്ങ അടിക്കണം അല്ലേ? അവളെ കുളിക്കുന്ന കാണണ്ട, തുണി കഴിയുന്ന കണ്ടാ മതി, ഞരമ്പ് പൊട്ടിച്ചാണ്. ശശിയണ്ണ, ഇതാണ് പാല്. പാൽസ് കുറവുണ്ടേ. എന്ത് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? അല്ല, കാറിന്റെ മേളിലൊക്കെ ഒരുപാട് സാധനം കെട്ടി വെച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. പൊക്കോ പൊക്കോ. രമണി കുളിക്കാൻ പോണാ? നിന്റെ ചെറച്ചില് കണ്ടാത്തോന്നല്ലേ രമണി, നിന്റെ വീട്ടിലെ പാലാണ് എടുത്തേന്ന്. അയ്യോ മേശരി, അമ്പലത്തിലെ കാണിക്ക വഞ്ചി മോഷണം പോയെന്ന്. മോഷണം പോയിന് നീക്ക് എന്തിനാണ് എന്റെ മേക്കിട്ട് കയറുന്നേ? സ്വസ്ഥ ചെയ്യുന്നവരുടെ എനിക്ക് ഇവിടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നെന്നും പറഞ്ഞ് പകുതി വെച്ച് കുളി മുടക്കി അവൾ അങ്ങ് പോയി. ഇന്നും ഇവിടുത്തെ പയ്യന്മാർക്ക് ഞാൻ തന്നെ ഇല്ല. എന്താടാ ഓടി എന്റെ ഊപ്പാട് വന്നേച്ചി, വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു. ഇത് തികഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് ചാടിക്കോ. അമ്പലത്തിലെ കാണിക്ക വഞ്ചി മോഷണം പോയെന്ന്. ആരെടുത്തെന്നോ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. എല്ലാരും അമ്പലത്തിലോട്ട് ഓടിയിട്ടുണ്ട്. വായിച്ചി, നമുക്ക് പോവാം. ഇല്ലടാ, ഞാൻ വരുന്നില്ല. എനിക്ക് ജോലിയുണ്ട്, തുണി കഴുകണം, കുളിക്കണം. നീ പോ. അങ്ങനെ പറഞ്ഞാ പറ്റൂല ചേച്ചി, വായിച്ചി, നമുക്ക് പോവാം. നിന്റെ അടുത്തല്ലേ പറഞ്ഞത് ഞാൻ വരുന്നില്ല എന്ന്. നീ പോ. ചേച്ചി വാ, അങ്ങോട്ട് പോവാം. നമ്മള് ചെല്ലുന്നാണെങ്കിൽ അവിടെ ആൾക്കാരെല്ലാം കൂടി മണ്ട മറിയാനായില്ലേ? എടാ തന്തയുടെ മോൻ തന്നെ നീ. എടാ നീ ഒന്ന് പോ, ഞാൻ കുളിച്ചിട്ട് വരാം. നീ പോ. നിന്റെ അടുത്തല്ലടാ ചേച്ചി കുളിച്ചിട്ട് വരുന്നോന്ന് പറഞ്ഞത്. നീ എന്തോടാ ഒരു കുളിസിയും കാണുന്നതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് അറിഞ്ഞൂടാ? നാലാമത്തെ ഭർത്താവ് അറിഞ്ഞോണ്ടല്ലേ എന്നെ വച്ചേക്കില്ല. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയിലാടാ നീ പെയിന്റ് അടിക്കാൻ വന്നത്. അമ്പലത്തിൽ വഞ്ചി മോഷണം പോയത്. നീ അങ്ങോട്ടെങ്കിലും വാടാ. എങ്കിലും ആരായിരിക്കും നമ്മൾ ക്ഷേത്രത്തിൽ കാണിക്ക വഞ്ചി മോഷ്ടിച്ചത്? വാ നമുക്ക് പോയി നോക്കാം. പൂജാരി ആൾക്കാരും കൊണ്ട് വാ, നമുക്ക് പോയി നോക്കാം. തമ്പുരാന്റെ വഞ്ചി ആര് മോഷ്ടിച്ചാലും അവന്റെ കയ്യും കാലും ഒടിഞ്ഞ് അവൻ തറയിൽ കൂടെ കിടന്ന് ഏഴയണം. ശിവനല്ലേ പോലെ അവന്റെ കാലിന് എന്ത് പറ്റി? ശിവ, നിനക്ക് വഞ്ചി പോയി. എനിക്ക് അതിന്റെ എല്ലാം അടിച്ച് തകർന്നു പോയി. എന്താ അമ്പലത്തിലെ കാണിക്ക വെച്ച് കാണാതെ പോയി. എപ്പോ? അയ്യോ സെക്രട്ടറി, നിങ്ങൾ പ്രസിഡന്റിനെ വിളിക്ക്. ഇത് ആരെയാണെന്ന് വിളിക്കുന്നത്? സെക്രട്ടറിയാ? ആ ഹലോ സെക്രട്ടറി, പറ. എപ്പോ കൊണ്ട് പോടി ചായ? നിങ്ങളൊരു കാര്യം ചെയ്യ്, അങ്ങനെയാണെങ്കിൽ ആൾക്കാരെ മൊത്തം വിളിച്ചു കൂട്ടി, ഞാൻ അങ്ങോട്ട് വന്നോളാം.
ശരി, ഞാൻ അവിടെ എത്തിക്കോളാം. അതിനാണ് മോഷണം എന്ന് പറയണ പറ്റി. അതൊക്കെ പോട്ട്, ഇതൊക്കെ നോക്കി നടത്തുന്ന നമ്മുടെ പ്രസിഡന്റ് എവിടെ? ആ പറഞ്ഞു തരുന്നില്ല, ദോ വരുന്നു. പ്രസിഡന്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മോഷണം പോയ വണ്ടി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കണം. അതൊക്കെ എന്തിനാ ഈ ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കുന്നത്? അല്ല, വേറൊരു കാര്യമുണ്ട്. ഏറ്റുമാനൂര് വിഗ്രഹ മോഷണം കണ്ടെത്തിയതും ക്രൈംബ്രാഞ്ചാണ്. എന്നാലും ഈ കാണിക്ക വഞ്ചി ആര് കൊണ്ടുപോയി കാണും? വല്ല സിനിമാ നടന്മാരും വീട്ടിൽ പൂജിക്കാൻ കൊണ്ടുവച്ചതങ്ങനെ ആണാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട, കൈയും കാര്യം അടിച്ചോടിക്കും. മര്യാദ അല്ല, എന്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആ അത്രയും വലിയ കാണിക്ക വഞ്ചിയിലും വില കൊടുപ്പുള്ള പണവും അതിനകത്ത് സ്വർണവും കാണും. എന്റെ കണക്കും പ്രകാരം ഒരു 4-4 ലക്ഷം രൂപയ്ക്കേ വരത്തുള്ളത്. എല്ലാവരും പല വെള്ളത്തിൽ ചവിട്ടോ, ഒരു വെള്ളത്തിൽ ചവിട്ടോടെ. എന്തായാലും ഇത്രയും വലിയ കാണിക്ക വഞ്ചിയിൽ ഒരു 10 പവന്റെ സ്വർണ്ണ നാണയവും കാണും. ഒരു 7 ലക്ഷം രൂപയെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അല്ലേ? എങ്ങനെയാണ് ഒരു 10 പവന്റെ സ്വർണ്ണ നാണയവും ഒരു 8 ലക്ഷം രൂപ ഒരു ഉദ്ദേശം വരാൻ കാണും. തൊഴി ആകപ്പാടെ 150 ഗുണവേ ഉണ്ടായിരുന്നു. എന്റെ കുരു പൊട്ടിയത് മിച്ചം.